കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ തുടങ്ങിയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീരവാദം. പതാക ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് അടുത്ത വർഷവും ഇതേ വേദിയിൽ ഞാൻ തന്നെയായിരിക്കും പതാക ഉയർത്തുന്നത് എന്നാണ്. തുടർന്ന് പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും മറ്റ് പൊതുവേദികളിലൊക്കെ അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു. ഇനിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരും, താൻ തന്നെയായിരിക്കും പ്രധാനമന്ത്രി, രാജ്യത്ത് ഇന്ന മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ഇന്ന പരിഷ്കാരങ്ങൾ ഉടനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ രീതിയിലുള്ള ആത്മവിശ്വാസ പ്രകടനം കുറച്ച് അസ്ഥാനത്തല്ലേ എന്ന് ഞാൻ തന്നെ ഇതേ വേദിയിൽ സംശയം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുകയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഉള്ള നന്ദി പ്രമേയത്തിൻ്റെ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഇത് തന്നെ ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇന്ത്യ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നിരിക്കുകയാണ്. ഇനിയത്തെ 5 കൊല്ലവും അദ്ദേഹം തന്നെയായിരിക്കും പ്രധാനമന്ത്രി. ആ വേദിയിൽ നമ്മൾ 3ാം സ്ഥാനത്തെത്തും എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ പിന്നെ ചൈനയും USA മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാ സാമ്പത്തിക ശക്തികളും നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തും. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലുള്ള കീഴാശ്ശേരി. അത് അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിയുമെന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നതിൻ്റെ വ്യംഗ്യാർത്ഥം 2024 തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ നിലയിൽ തിരിച്ചെത്തും എന്ന് തന്നെയാണ്. മാത്രമല്ല കിട്ടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം കൂടി പുള്ളി പറഞ്ഞു കഴിഞ്ഞു. BJPക്ക് തനിച്ച് 370 സീറ്റ് കിട്ടും, NDAക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 400. അങ്ങനെ 400 സീറ്റിൻ്റെ വമ്പിച്ച ഭൂരിപക്ഷത്തോടി അധികാരത്തിൽ തിരിച്ചു വരും എന്ന് മോഡി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വിജയത്തെക്കുറിച്ച് അത്രയും ഉറപ്പുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കാം. മാത്രമല്ല ഇവരുടെ വിപരീതമായിട്ടുണ്ടാക്കിയ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അതിൽ നിതീഷ് കുമാർ നിന്നതിപ്പിൽ എതിർഭാഗത്ത് ചേർന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഇപ്പോൾ BJPയേക്കാൾ ശക്തമായിട്ടാണ് കോൺഗ്രസിനെയും ഈ സഖ്യത്തെ എതിർക്കുന്നത്. കോൺഗ്രസിന് 40 സീറ്റ് പോലും കിട്ടുകയില്ല എന്നവർ പരിഹസിക്കും. രാഹുൽ ഗാന്ധിയെ ദേശാടനക്കിളി എന്ന് വിളിച്ച് ആക്ഷേപിക്കും. ഭാരത് ജോഡോ യാത്ര വെറും കോമാളിത്തരമാണ്, ഫോട്ടോഷൂട്ടാണ് എന്നൊക്കെ പുച്ഛിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് അവർ തമ്മിലുള്ള ബന്ധം വഷളായിരിക്കും. അഖിലേഷ് യാദവ് ആണെങ്കിലും മുറുമുറുക്കുന്നുണ്ട്. മായാവതി സഖ്യത്തിൽ ചേർന്നിട്ടില്ല. NCP നെടുക പിളർന്നു, ശിവസേന രൂപേനെ പിളർന്നു. അപ്പോൾ അങ്ങനെ പിളർപ്പുകൾ ഒരു ഭാഗത്ത്, എതിർപ്പുകൾ മറുഭാഗത്ത്. ഭാരത് ജോഡോ യാത്ര ഇങ്ങനെ തപ്പിയും തടഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ. കോൺഗ്രസ് നേതാക്കന്മാർ എത്ര പേര് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ്സിലുണ്ടാവും, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എത്ര പേര് പോകും എന്ന് ആർക്കും അറിയില്ല. പ്രതിപക്ഷ നിരയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്, അങ്കലാപ്പുണ്ട്, ബന്ധപ്പാടുണ്ട്, വേവലാതിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തിട്ടാണ് പുള്ളി 370 എന്ന സംഖ്യ പ്രഖ്യാപിച്ചത്. 370 എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ നിലയ്ക്ക് BJPക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയ എളുപ്പമുള്ള മാർഗ്ഗമൊന്നുമല്ല. 273 ഉണ്ടെങ്കിൽ ഭൂരിപക്ഷമായി. 370 ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടന പുള്ളി തോന്നിയ പോലെ വളയ്ക്കുകയും തിരിക്കുകയും ഒടിക്കുകയും അതിൻ്റെ ഒരു ഭാഗം അടർത്തി മാറ്റുകയൊക്കെ ചെയ്യാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അതൊക്കെ ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഈ ആത്മവിശ്വാസ പ്രകടനത്തിന് എന്തുകൊണ്ട് 370 തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം പണ്ട് മുതലേ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഭരണഘടന 370 അനുച്ഛേദം റദ്ദാക്കും, കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കും എന്നുള്ളതാണ്. ആ വാഗ്ദാനം അവർ പൂർത്തീകരിച്ചു. 370 ഇല്ലാതായി. ആർട്ടിക്കിൾ 370 370 അനുച്ഛേദം ഇല്ലായ്മ ചെയ്തു. അത് ശരിയായ രീതിയിലുള്ള ഒരു ഇല്ലായ്മ ചെയ്യലല്ല, ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ തന്നെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി. അങ്ങനെ 370 അനുച്ഛേദം ഫലത്തിൽ ഇല്ലാതായി. അങ്ങനെ 370 ഇല്ലാതാക്കി. ഇനി 370 ജനങ്ങൾ തരും. 370 MP മാരെ, 370 MP മാരോടുകൂടി ഞങ്ങൾ തിരിച്ചെത്തും എന്നാണ് പുള്ളി പറഞ്ഞതിൻ്റെ വ്യംഗ്യാർത്ഥം. അതാണ് ഈ 370 എന്ന സംഖ്യയുടെ ഒരു പ്രാധാന്യം എന്നെനിക്ക് തോന്നുന്നു. നരേന്ദ്രമോദി അങ്ങനെ ഒന്നും കാണാതെ ഒരു സംഖ്യ പ്രഖ്യാപിക്കുന്ന ആളല്ല. 400 450 വേണമെങ്കിൽ പുള്ളിക്ക് പ്രവചിക്കാമായിരുന്നു. അങ്ങനെ 400 ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, അതായത് BDJS അടക്കമുള്ള പാർട്ടികൾ അല്ലെങ്കിൽ ശിരോമണി അകാലിദൾ ഇതിൽ ചേരുകയാണെങ്കിൽ അവർ, പാട്ടാളി മക്കൾ കക്ഷി ഉണ്ടെങ്കിൽ അവർ, ഇവർക്കെല്ലാം കൂടി 30-ലധികം സീറ്റുകൾ. BJPക്ക് തനിച്ച് 370 സീറ്റുകൾ. ഇതാണ് പുള്ളിയുടെ സ്വപ്നം. അത് എന്തുമാത്രം ഫലവത്താവും എന്നെനിക്കറിയില്ല. പക്ഷേ 370ൻ്റെ ഒരു നിഗൂഢമായ അർത്ഥം ഇതാണ് എന്ന് ഞാൻ കരുതുന്നു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.